ബ്രോ 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 കൂടെ ഒരാളും കൂടെ അല്ലേ? അതാ ഒരാളാ ഇറങ്ങിയത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അറിയില്ല. ജിഷിൻ എന്ന് പറയുന്നത് പുള്ളിയുണ്ട്. ഒന്നിച്ചാണ് ഇറങ്ങി. അതെ അതെ, ഒന്നിച്ച് മീൻസ് പുള്ളി ആദ്യം എവിക്റ്റായി, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഒരു എവിക്ഷൻ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടു എയർപോർട്ട് വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഓ ഷുവർ ബ്രോ. അച്ഛൻ നല്ല വിഷമത്തിലേക്ക് കണ്ടിട്ടായിരുന്നു. നന്നായിട്ട് ഒരു നല്ലൊരു അവിടെ ചെന്നിട്ട് കിട്ടിയൊരു നല്ലൊരു കോംബോ ആണ്. അങ്ങനെ കോംബോ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും പോയതല്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സാഹചര്യം നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. ഈ പ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തു. ഭയങ്കര സ്ട്രഗ്ലിംഗ്. 7ന്റെ പണിയും തന്നെയാണല്ലോ. 7ന്റെ ഒന്നും അല്ല ബ്രോ, ഇത് അതിനേക്കാളാണ് നന്നായിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കുന്നു. കാര്യം എനിക്ക് തോന്നുന്നു ഇതിൽ ഭാഗമായിട്ടുള്ള എല്ലാവരും വളരെ ടാലൻറ്റഡാണ്. വളരെയധികം എന്താ പറയുക, ഡിഫറെൻറ്റ് പേഴ്സൺസിനെയാണ്. കഴിഞ്ഞ സീസൺസിനെയൊക്കെ പോലെ ആദ്യമേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പേഴ്സണാലിറ്റിയിലുള്ളവരാണ് ഡിഫറെൻറ്റ്. എല്ലാവരും നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ സ്വന്തമാക്കിയില്ലേ? കുറച്ചല്ല, 1-2 പേര് തന്നെ ബ്രോ. ഞാൻ അതിനകത്ത് ഈ പറയുന്ന പോലെ ആക്ട് ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടന്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയല്ല. ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ കുറച്ചൊന്ന് റിയാലിറ്റി അല്ലാണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷെ അവിടുന്ന് അങ്ങനെ അല്ല ചെയ്യാൻ. ആദ്യത്തെ ഇതിൽ പറയണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന. അതെ അതെ അതെ, അത് ആ ദേഷ്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷെ പിന്നെ ഒരു ടൈം ആയപ്പോൾ എനിക്ക് തന്നെ തോന്നി അത് വേണ്ട, അത് ശരിയല്ല എന്നുള്ളൊരു തോന്നലുണ്ടായി. പിന്നെ മാറ്റി തുടങ്ങി, ഇവിടെ വരെ എത്തി. എന്തോ സന്തോഷമുണ്ട് ബ്രോ. നമുക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ഇതിനെയും കാട്ടി ഒരുപാട് പേര് അവിടെ ഉണ്ട്. ഓഡിയൻസ് ബ്രോ, ഞാൻ എപ്പോഴും ഓഡിയൻസിനെ വിശ്വസിക്കും. വോട്ടിങ്ങിനായിട്ടുള്ളൊരു പാനലുണ്ട്. പിന്നെ അതുപോലെ ഇത് ഒരു ജെന്യുവൻ രീതിയിൽ നടക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ശരി, നമുക്കാണെങ്കിലും ഇതിനെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. സോ ഞാനത് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾക്ക് പറയാവുന്നത് പോലും അത്രയും പോലും എനിക്ക് പറയാൻ പറ്റില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും സന്തോഷം എല്ലാവരെയും കണ്ടതിൽ. ഇനിയും കൂടെ ഉണ്ടാവണം. കുറച്ച് നാൾക്ക് മുമ്പ് കാണുന്നതല്ലേ? അപ്പം എന്തായാലും പറയാനുള്ളത്? കുറച്ചായി കുഴപ്പമില്ല. അപ്പൊ കാണാനുള്ള ഒരു ആകാംക്ഷയുടെ തീർച്ചയായും കാണാനുള്ള ആഗ്രഹമുണ്ട്. പറയാൻ അടിപൊളിയാണ്. ടിവിയിലായിരുന്നല്ലോ കണ്ടോണ്ടിരുന്നത്. അതെ അതെ, ഒരു ഫോൺ വന്നു അല്ലേ, ഒരു ഗിഫ്റ്റ് ആയിട്ടൊരു. അതൊരു ഭയങ്കര ഹാപ്പിയാണ്. ഓണത്തിനല്ലേ നമുക്ക് കിട്ടിയത്. അഭിലാഷ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഫോൺ പൊട്ടിയൊക്കെ ഇരിക്കുകയായിരുന്നു, പുതിയൊരു ഫോണല്ലേ.